ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു പ്രഭാതം കൂടി കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നൽകിയ വിലപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹോപ്പ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്ത, നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്ന ആ പ്രസംഗ പരമ്പര എന്ന് പറയുന്നത് ദൈവവിഷയത്തിൽ സമ്പന്നരാകുക എന്നതിനെ ആശ്രയിച്ചാണ്. ദൈവവിഷയത്തിൽ സമ്പന്നരാകേണ്ടതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പകലിലും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ സമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശു ക്രിസ്തുവിൻ്റെ 3 അവസ്ഥകൾ മനുഷ്യൻ്റെ രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിൽ. യേശു ക്രിസ്തുവിന് 3 രക്ഷാപദ്ധതികളെക്കുറിച്ച്, യേശുവിന് 3 അവസ്ഥകളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്ന മനുഷ്യൻ്റെ രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിൽ. അതിനാധാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നൻ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം നേരം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അവിടുത്തെ 3 അവസ്ഥകളെക്കുറിച്ച് ഞങ്ങൾ ഈ രാവിലെ സമയം ചിന്തിക്കുകയാണ്. രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് 3 അവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ കൂടുതൽ ധ്യാനിക്കുവാനും അങ്ങയിൽ ആശ്രയിപ്പാനും ഇത് മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു, എല്ലാവരും ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നാം ചിന്തിക്കുന്ന കർത്താവിൻ്റെ 3 അവസ്ഥകളെക്കുറിച്ചാണ്. ഒന്ന്, അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ യേശു ക്രിസ്തു മഹാസമ്പന്നൻ ആയിരുന്നിട്ടും. യേശുവിനെ കുറിച്ച് നമുക്കറിയാം, സ്വർഗത്തിലെ ദൈവത്തോടു കൂടെ വസിക്കുന്നവൻ, സകലത്തിൻ്റെയും സൃഷ്ടിതാവ്, സകലത്തിൻ്റെയും പരിപാലകൻ, സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ, സകല ദൂതന്മാരുടെയും ആരാധനാ കേന്ദ്രം കർത്താവ് യേശു ക്രിസ്തുവാണ്. ദൂതന്മാർ യേശുവിനെ രാപ്പകൽ ആരാധിക്കുകയാണ്. സ്വർഗത്തിലെ പിതാവിൻ്റെ വലതുഭാഗത്ത് അതേ ദൈവത്തിൻ്റെ തൃത്വത്തിൽ ഒരുവനായി സകലത്തിന്മേലും അതേ നിയന്ത്രിച്ചു ഭരിച്ചു നടത്തുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു പരമദരിദ്രനായി തീർന്ന കഥയെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. പൗലോസ് തൻ്റെ വായനക്കാർക്ക്, തൻ്റെ വിശ്വാസികൾക്ക്, തൻ്റെ പ്രേക്ഷകർക്ക് പൗലോസ് പറയുന്നു, നിങ്ങൾ അറിയുന്നല്ലോ യേശു സമ്പന്നനായിരുന്നു, എന്നിട്ടും അവൻ പരമദരിദ്രനായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ രാവിലെ സമയം ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. സമ്പന്നനായിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഞാൻ ദരിദ്രനാകാൻ അല്ലെങ്കിൽ ദരിദ്രനായി ജീവിക്കുവാൻ ആഗ്രഹിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്റ്റേജ് ഇഷ്യൂ ആണത്, അഭിമാനത്തിൻ്റെ വിഷയമാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനമാണത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിനൊരു അഭിമാനക്കേട് ആയി മാറും. ആ നിലയിലേക്ക് തരം താണു പോയാൽ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കണ്ടുവരുന്നത്, പണമില്ലാത്തൊരു മനുഷ്യൻ ഞാൻ പണക്കാരനാണ്, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ ഞാൻ ബുദ്ധിയുള്ളവനാണ്, അറിവില്ലാത്ത മനുഷ്യൻ ഞാൻ അറിവുള്ളവനാണ്. ഇത് കാണിക്കാൻ വേണ്ടിയാ. മറിച്ച് അറിവുള്ളവൻ ഒരിക്കലും അറിവില്ലാത്തവനാകാൻ ആഗ്രഹിക്കുന്നില്ല, ബുദ്ധിയുള്ളവൻ ബുദ്ധികെട്ടവനായി പെരുമാറാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ മനുഷ്യ സഹജം. മനുഷ്യനെല്ലാം ഒരുപടി മുന്നിൽ 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 ഇതാണ് ആഗ്രഹിക്കുന്നത്. ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ അധികാരമില്ലാത്തവനായി മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അധികാരം ഉള്ളൊരു വ്യക്തിയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, അദ്ദേഹം പ്രധാനമന്ത്രി ആയിട്ട് തന്നെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അധികാരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനത് പ്രയാസമാണ്. ഒരു അധികാരം നിലനിർത്തുവാൻ, അല്ലെങ്കിൽ സ്ഥാനം നിലനിർത്തുവാൻ, പദവി നിലനിർത്തുവാൻ, അംഗീകാരം നിലനിർത്തുവാൻ, സ്വാധീനം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. ഇവിടെ നാം വായിക്കണം, ഇവിടെ നാം ശ്രദ്ധിക്കണം പ്രിയ ദൈവമക്കളെ. യേശു മഹാസമ്പന്നൻ ആയിരുന്നു. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്, സകലത്തിൻ്റെ ഉടമസ്ഥനാണ്, സകലത്തെ നിയന്ത്രിക്കുന്നവനാണ്, സകലത്തെ നയിക്കുന്നവനാണ്. എന്നിട്ടും പരമദരിദ്രനായി. എന്തുകൊണ്ടാണ്? പൗലോസ് പറയാണ്, നിങ്ങൾ അറിയണം, നിങ്ങളുടെ യേശു പരമദരിദ്രനായി തീർന്നത് നിങ്ങൾ അറിയണം പ്രിയ ദൈവമക്കളെ, നിങ്ങൾ അറിയണം. എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ പരമദരിദ്രനായി മാറി. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്കറിയാം. സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി.
യേശു കന്യകയിൽ ജാതനായി. പാലസ്തീനിൽ യേശു കന്യകയിൽ ജാതനായി നമുക്കറിയാം. യോസേഫ് യേശുവിനെ വളർത്തച്ഛൻ, യേശുവിൻ്റെ അമ്മ മറിയ. യോസേഫ് മറിയ എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. വളരെ സുന്ദരിയായിരിക്കുന്ന ഒരു യുവതി, പുരുഷൻ തൊടാത്ത യുവതി, ദൈവഭയത്തിൽ ദൈവാശ്രയത്തിൽ ജീവിക്കുന്ന യുവതി. ഈ യുവതിയെ വിവാഹം കഴിക്കാൻ യോസേഫ് നിശ്ചയിച്ചിരിക്കുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഇനി വിവാഹത്തിലേക്ക് പ്രവേശിക്കുക മാത്രമേ വേണ്ടൂ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മറിയയുടെ മേൽ ദൈവത്തിൻ്റെ നിഴല് വന്നു. കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. ഗബ്രിയേൽ ദൂതൻ അതേ നസ്രയത്തിലെ നമുക്കറിയാം മറിയയുടെ ഭവനത്തിലേക്ക് ചെന്ന്, ആ ഗ്രാമത്തിലേക്ക് ചെന്ന് അവളെ വിളിച്ചു. അവളുടെ മേൽ ദൈവ കൃപ വ്യാപിപ്പാനിടയായി തീർന്നു. അങ്ങനെ കന്യകയിൽ ആണ് യേശു ജാതനായത്. യോസേഫ് തൻ്റെ ഭാര്യ മറിയ ഗർഭിണിയായിരിക്കുന്ന ഒരു ദൂത്, ഒരു സന്ദേശം കേട്ടു. നീതിമാനായ യോസേഫ് യാതൊരു പഴിയും കുറ്റവും ആരോപിക്കാതെ അവളെ വളരെ രഹസ്യമായി, വളരെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ്. ആ സമയത്ത് ഗബ്രിയേൽ ദൂതൻ വീണ്ടും യോസേഫിന് പ്രത്യക്ഷപ്പെട്ടു. യോസേഫ്, നിന്റെ ഭാര്യയാകാൻ പോകുന്ന മറിയ ഗർഭിണിയായി. അത് പരിശുദ്ധാത്മാവിനാലാണ്. അവളിൽ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവളിൽ ഒരു പുരുഷപ്രജയുണ്ട്, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മനുഷ്യന്റെ പാവങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കണം ഈ ലോകത്തിൽ ജാതനാകാൻ പോകുന്ന ഒരു പൈതലാണ് അവളുടെ ഉദരത്തിലുള്ളത്. നീ അവളെ ചേർത്ത് കൊള്ളണം, അവളെ ഉപേക്ഷിക്കരുത്. ദക്ഷണം പ്രതി അനുസരിച്ച് ദൈവാലോചനയ്ക്ക് ശിരസ് താഴ്ത്തി തൻ്റെ ഭാര്യയായി മറിയെ കൂട്ടി അവർ മുന്നോട്ട് പോകുന്ന സന്ദർഭം നമുക്കറിയാം. യേശുവിൻ്റെ അമ്മയായ മറിയ മകനെ പ്രസവിക്കേണ്ട സമയമായി. പ്രസവിക്കുവാൻ തക്കവണ്ണം എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് കഥകളിൽ മുട്ടി വിളിക്കുന്നു. അവർക്ക് പ്രസവിക്കുവാനോ ഈ കുഞ്ഞിന് സുഖകരമായൊരു പ്രസവം നൽകുവാനോ കഴിയാത്ത സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. അന്നത്തെ ചക്രവർത്തി ജനസംഖ്യ എടുക്കണം എന്ന് പ്രഖ്യാപിച്ചിരിക്കിയാൽ ഇവർ ഇരുവരും അവരുടെ സ്വന്തം ദേശം വിട്ട് അവരുടെ സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ പോകുന്ന യാത്രയിലാണ് മറിയയ്ക്ക് പ്രസവവേദന തുടങ്ങി. ജനസംഖ്യ കണക്കെടുക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ അന്നവിടെ തിങ്ങിക്കൂടിയതുകൊണ്ട് അവർ യാത്ര ചെയ്ത സ്ഥലത്ത് ഒറ്റ റൂം പോലും അവർക്ക് ഫ്രീ ആയിട്ട് ലഭിച്ചില്ല എന്നാണ് കാണുന്നത്. എല്ലാം ഫുൾ വേക്കൻ്റ് ആയിരുന്നു, ഒരെണ്ണം പോലും വേക്കൻ്റ് അല്ലായിരുന്നു. ഒരവസ്ഥയിലാണ് നാം കാണുന്നത്. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ എല്ലാ മുറികളും ജനങ്ങൾ ഓക്യുപ്പൈ ചെയ്ത് അവരെ പല ഉദ്ദേശത്തിനായിട്ട് അവിടെ വന്നു പാർക്കുമ്പോൾ വേക്കൻ്റായ ഒരു റൂം പോലും അവർക്ക് ലഭിച്ചില്ല. ആ സമയത്താണ് മറിയ യേശുവിനെ പ്രസവിക്കുന്നത്. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ശിശുവിനെ പശുത്തൊട്ടിയിൽ കിടത്തി. പ്രസവം പശുത്തൊട്ടിയിൽ നടന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ശിശുവിനെ പശുത്തൊട്ടിയിൽ കിടത്തി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും ദരിദ്രനായി ജനിച്ച വ്യക്തി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ഒരുപക്ഷെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചത് ഒന്നെങ്കിൽ വീടുകളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളോ ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ എത്രയോ പേർ ആരും വഴിയില്ലാത്ത പെരുവഴിയിൽ പ്രസവിച്ച സംഭവം നമുക്കറിയത്തില്ല. പക്ഷേ യേശുവിനെ പ്രസവിക്കുവാൻ തക്കതായ റൂമില്ലായിരുന്നു, സ്ഥലമില്ലായിരുന്നു. പ്രസവിച്ച ശിശുവിനെ പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് നാം കാണുന്നത്. പരമദരിദ്രനായി തീർന്ന യേശുവിൻ്റെ ജീവിതം നമുക്കറിയാം. യേശുവിൻ്റെ അമ്മ മറിയ, യേശുവിൻ്റെ അച്ഛൻ യോസേഫ്, അദ്ദേഹം ഒരു തച്ചനായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം, വലിയ പേരും പെരുമയില്ലാത്തൊരു കുടുംബം, വളരെ നിസ്സാരമായിരുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു യേശു. പലപ്പോഴും അന്തി ഉറങ്ങുവാൻ ഭവനത്തിൽ സ്ഥലമില്ലായിരുന്നു, ഭക്ഷണം കഴിക്കുവാൻ സ്ഥലമില്ലായിരുന്നു, ഭക്ഷണം കഴിക്കുവാൻ അതിനുള്ള നിവൃത്തിയില്ലായിരുന്നു. യേശു ഭക്ഷണം പോലും പലപ്പോഴും കഴിച്ചത് മറ്റുള്ളവരുടെ വീടുകളിലാണ് എന്ന് നമുക്കറിയാം. യേശു അത്താഴത്തിനും മറ്റ് പല ആഹാരത്തിനുമായി പലയിടത്തും ചെല്ലുന്നതായിട്ടും യേശു ആഹാരം കഴിച്ചതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ യേശുവിൻ്റെ മാതാപിതാക്കൾക്ക് വീടിന് നികുതി കൊടുക്കുവാൻ പണമില്ലായിരുന്നു. ആ നികുതി പണം പോലും കൊടുക്കാൻ
കഴിവില്ലാതിരുന്ന, നിവൃത്തിയില്ലായിരുന്ന ഒരു യേശുവാണ് നമ്മുടെ രക്ഷകൻ. എന്തിനാണ് പ്രിയ ദൈവമക്കളെ, നമ്മളെത്ര സമ്പന്നരാണ്, നമ്മളെത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്, നമ്മളെത്ര അല്ലിലും അലച്ചിലും ഇല്ലാതെ ജീവിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മഹാസമ്പന്നൻ ആയിരുന്നു, എന്നിട്ടും പരമദരിദ്രനായി തീർന്നു. യേശുവിനെ ജനനത്തെക്കുറിച്ചറിയാം, യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചറിയാം, യേശു കടന്നുപോയ വഴികളെക്കുറിച്ച് നമുക്കറിയാം. ഇതെല്ലാം പരമ ദരിദ്രനായി, ഏറ്റവും നിസ്സാരന്മാരിൽ നിസ്സാരനായി യേശു തീർന്നത് എന്നെയും നിങ്ങളെയും സമ്പന്നരാക്കുവാൻ. അതാണ് പൗലോസ് പറയുന്നത്, അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. രാവിലെ സമയം നമ്മുടെ രക്ഷകൻ നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി, തന്നോട് കൂടി ഇരുത്തുന്നതിന് വേണ്ടി, നമുക്കൊരു പേരും പെരുമയും നൽകുന്നതിന് വേണ്ടി, നമ്മെ ദൈവത്തിന് മക്കളാക്കി തീർക്കുന്നതിന് വേണ്ടി പരമദരിദ്രനായി തീർന്ന സംഭവത്തെക്കുറിച്ചാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. അനേക നിന്ദകൾ, അനേക പ്രതികൂലങ്ങൾ, അനേക പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി ജീവിച്ച ഒരു വ്യക്തിയാണ് യേശുവിൻ്റെ കുടുംബം, ഒരു വ്യക്തിയാണ് യേശു. യേശുവിൻ്റെ മാതാവും പിതാവും ആ നിലയിലായിരുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്ന് ഈ രാവിലെ സമയം നാം മനസ്സിലാക്കണം. നമ്മെ സമ്പന്നരാക്കുവാൻ. ഏതിൽ സമ്പന്നർ? ആത്മീയത്തിൽ സമ്പന്നർ, ദൈവ വിഷയത്തിൽ സമ്പന്നർ, ദൈവിക കാര്യങ്ങളിൽ സമ്പന്നരാക്കുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തതിനാൽ പശുത്തൊട്ടിയിൽ കിടക്കേണ്ടി വന്ന ഒരവസ്ഥയായിരുന്നു യേശുവിനുണ്ടായത് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, യേശുവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പരമദരിദ്രൻ ആയിത്തീർന്ന അവസ്ഥ. വീണ്ടും പൗലോസ് പറയുന്നു. രണ്ട്, യേശുവിൻ്റെ മറ്റൊരവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പാപം അറിയാത്തവനെ നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നാം ആദ്യം കണ്ടു, യേശു പരമദരിദ്രനായി. സമ്പന്നനായിരുന്ന യേശു പരമദരിദ്രനായി. 2, നാം ഇവിടെ കണ്ടു, പാപമറിയാത്തവനിൽ നാം ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി. യേശു നമുക്ക് വേണ്ടി പാപമായി മാറി. പാപം ചെയ്യാത്ത യേശു, പാപം കണ്ടിട്ടില്ലാത്ത യേശു, പാപത്തെക്കുറിച്ച് അറിയാത്ത യേശു, പാപത്തെ വെറുക്കുന്ന യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പാപിയായി മാറി, പാപിയായി മാറി എന്ന് പറയുമ്പോൾ എത്ര വിരോധാഭാസമായി നമുക്കത് തോന്നിയേക്കാം. എന്തിനു വേണ്ടിയാണ്? നമ്മെ ദൈവത്തിൻ്റെ നീതിയാക്കേണ്ടതിന്. നാം നീതിയിൽ വസിക്കുവാൻ, നാം നീതിയിൽ ജീവിക്കുവാൻ, നാം ദൈവത്തിന് നീതി അറിയുവാൻ, ദൈവത്തിൻ്റെ കരുതൽ അറിയുവാൻ, ദൈവത്തിൻ്റെ മഹത്വം അറിയുവാൻ അവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. നാം ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി. ലോകപ്രശസ്തനായ പ്രാസംഗികനായിരുന്നു ഡോക്ടർ ബില്ലി ഗ്രഹാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഡു യു നോ ദ മോസ്റ്റ് സിൻഫുൾ മാൻ എവർ ലീവ്ഡ് ഇൻ ദ വേൾഡ്? ഈ ലോകത്തിലെ ഏറ്റവും പാപിയായി ജീവിച്ചു മരിച്ച മനുഷ്യൻ ആരാണ് നിങ്ങൾക്കറിയാമോ? ഈ ലോകത്തിലെ ഏറ്റവും പാപിയായി മരിച്ച മനുഷ്യൻ, ഡു യു നോ ദ മോസ്റ്റ് സിൻഫുൾ മാൻ എവർ ഡൈഡ് ഇൻ ദ വേൾഡ്? ഈ ലോകത്തിൽ മരിച്ച ഏറ്റവും പാപിയായ മനുഷ്യൻ ആരാണെന്ന് അറിയാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മുഴു ലോകത്തിൻ്റെയും പാപത്തെ ചുമന്നുകൊണ്ട് കാൽവറി ക്രൂശിൽ, കൊലമരത്തിൽ, കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവാണ് ഏറ്റവും പാപമുള്ളവനായി മരിച്ച വ്യക്തി. അതുകൊണ്ട് യേശു ഒരു പാപിയായി ജീവിച്ചു എന്ന് അർത്ഥമില്ല. നമ്മൾ ആ വാക്ക് മനസ്സിലാക്കണം. യേശു ഒരിക്കലും പാപിയായി മരിച്ച മനുഷ്യനാ, പക്ഷേ പാപിയായി ജീവിച്ച മനുഷ്യനല്ല. പാപമില്ലാത്തവനിൽ നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി. എപ്പോൾ? ക്രൂശിൽ മരിക്കുമ്പോൾ മഹാപാപി എന്ന പോലെയാണ് യേശു മരിപ്പാനിടയായി തീർന്നത്. മുഴു ലോകത്തിൻ്റെ പാപം പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ മേൽ ചുമത്തി എന്നാണ് നാം കാണുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, സമ്പന്നൻ ദരിദ്രനായി മാറി, നീതിമാൻ പാപിയായി മാറി. എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. ആ ഒരു ചിന്ത ഈ രാവിലെ സമയം ദൈവസ്ഥനിരിക്കുമ്പോൾ
നമ്മെ ഭരിക്കണം. പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി യേശു പാപിയായി മാറി. ആ ബിലിഗ്രാം ഒരിക്കൽ ഇങ്ങനെ വീണ്ടും ചോദിച്ചു, നിങ്ങൾക്കറിയാമോ, ഡു യു നോ ദ മോസ്റ്റ് സിൻഫുൾ പ്ലേസ് ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും പാപം നിറഞ്ഞ സ്ഥലം നിങ്ങൾക്കറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യയല്ല, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഭൂമിയല്ല, ഈ ലോകത്തിലെ ഏറ്റവും പാപമുള്ള സ്ഥലം എന്ന് പറയുന്നത് കാൽവറി ക്രൂസ് ആണ്. അത്രമാത്രം പാപമാണ് ഈ മുഴു ലോകത്തിൻ്റെയും പാപം. അതേ തിങ്ങി നിറഞ്ഞ സ്ഥലം, അതേ കനത്ത സ്ഥലം, പാപത്തിൻ്റെ ഒരു വലിയ മൂടുപടം, അതേ യേശുവിനെ മൂടിയ സ്ഥലം ആണ് കാൽവറി ക്രൂസ്. നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മെ സമ്പന്നരാക്കുന്നതിന് വേണ്ടി, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി, വേർപാടിന് ഇരുപക്ഷത്തെയും ഒന്നാക്കി ശത്രുത്വമെന്ന നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ദൈവ സമാധാനത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. നാം ആരെങ്കിലും പാപിയാണോ? പാപം ചെയ്യുന്ന വ്യക്തികളാണ് നാം പാപത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ പാപിയാണ്, നിങ്ങളൊരു പാപിയാണെന്ന് കേൾപ്പാൻ നാം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും പാപമില്ലാത്തവനായിട്ട് വ്യക്തിയായി കേൾക്കാനാണ് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നത്. ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, അതെനിക്കറിയത്തില്ല, ഞാൻ നീതിമാനാണ് എന്ന് പലപ്പോഴും പറഞ്ഞ് നമ്മെ തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പ്രവണത മനുഷ്യ സ്വഭാവത്തിൽ നാം കാണാറുണ്ട്. ഈ രാവിലെ ശാന്തമായി ചിന്തിക്കുക. ഞാനൊരു കഥ നിങ്ങളോട് പറയാം. ഒരിക്കൽ ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരു ഡെത്ത് ലെറ്റർ വന്നു. മേൽവിലാസമില്ലാത്ത കത്തുകൾക്കാണ് ഡെത്ത് ലെറ്റർ എന്ന് പറയുന്നത്. ആ കത്തിൽ എഴുതിയിരുന്ന ഇങ്ങനെയാണ്: ഫ്രമില്ല, ടു ഉണ്ട്, ടു സിന്നർ, ടു ദ സിന്നർ. ഭാവി എന്നാണ് മാത്രം ആണ് അതിലെ രേഖപ്പെടുത്തിയിരുന്ന അഡ്രസ്. ബാക്കി ഡീറ്റെയിൽസ് ഇല്ല, വീട്ടു നമ്പറില്ല, സ്ട്രീറ്റ് നെയിം ഇല്ല, പിൻകോഡില്ല, യാതൊന്നുമില്ല. ടു ദ സിന്നർ എന്ന് പറയുന്ന ഒരു ലെറ്റർ വന്നു. പോസ്റ്റ് മാസ്റ്ററിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സാർ, ടു ദ സിന്നർ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉണ്ട്, മറ്റ് അഡ്രസ്സോ കാര്യങ്ങളോ അതിലില്ല. അതുകൊണ്ട് ഈ കത്ത് ഞാൻ എവിടെയാണ് കൊടുക്കേണ്ടത്? പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു, ഒരുപക്ഷെ അത് നിങ്ങളുടെ കത്തായിരിക്കും, നിങ്ങളെടുത്തു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല, ഐ ആം നോട്ട് സിന്നർ, ഞാൻ പാപിയല്ല, അതെൻ്റെ കത്തല്ല, ആ കത്ത് വേറെ ആരുടെയെങ്കിലും ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ക്ലർക്കിൻ്റെ ലെറ്റർ ആയിരിക്കും. ക്ലർക്കിനോട് ചോദിച്ചപ്പോൾ ക്ലർക്ക് പറഞ്ഞു, ഐ ആം നോട്ട് സിന്നർ, അതെൻ്റെ കത്തല്ല. ആ കത്ത് അദ്ദേഹം വാങ്ങിയില്ല. പക്ഷെങ്കിൽ ഒരു തപാൽ ഉരുപ്പിടി ഒരു പോസ്റ്റ് ഓഫീസിലെത്തിയാൽ അത് ശരിയായ നിലയിൽ കൊടുക്കേണ്ട നിയമമുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം പോസ്റ്റ്മാനെ വിളിച്ചു പറഞ്ഞു, ഈ കത്തിൽ ആരുടേതാണെന്ന് കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു. അദ്ദേഹം ആ കത്ത് കയ്യിലെടുത്തു. അദ്ദേഹം പല വീടുകൾ കയറി ഇറങ്ങി, പല സ്ട്രീറ്റുകളിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു. പക്ഷെങ്കിൽ ഈ കത്തിൻ്റെ ഉടമസ്ഥനായി ആരെയും കണ്ടുകിട്ടിയില്ല. ആരും ആ കത്ത് മേടിക്കാൻ തയ്യാറായില്ല. അവസാനം ആ കത്തുമായി ആ മനുഷ്യൻ പോസ്റ്റ് ഓഫീസിലേക്ക് തിരിച്ചു വന്നു. പോസ്റ്റ് മാസ്റ്ററിനോട് പറഞ്ഞു, സാർ, ഈ കത്ത് ആരും വാങ്ങുന്നില്ല. കാരണം ഈ കത്തിൽ എഴുതിയിരിക്കുന്ന ടു ദ സിന്നർ, ആരും ഞാൻ പാപിയല്ല എന്ന് പറയുന്നു, അതുകൊണ്ട് ഈ കത്ത് ആരും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നാൽ ഒരു പക്ഷെങ്കിൽ മേ ബി ഇറ്റ് ഈസ് മൈൻ, അത് എനിക്കുള്ളതാണ്, എൻ്റേതായിരിക്കും എന്ന് പറഞ്ഞ് പോസ്റ്റ് മാസ്റ്റർ ആ കത്ത് മേടിച്ചു. അദ്ദേഹം ആ കത്ത് പൊട്ടിച്ചു. ആ കത്തിൽ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു. ആ കത്തിലൊരു $100 ഉണ്ടായിരുന്നു. $100 മാത്രം, അതിലൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പ്രിയ ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ നമുക്ക് ലഭിക്കാനിടയായിത്തീരും. ഞാനൊരു പാപിയാണെന്ന് ഏറ്റു പറഞ്ഞാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പലപ്പോഴും നാം പാപിയല്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുവാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മെ സമ്പന്നരാക്കുവാൻ, നമ്മെ നീതീകരിക്കുവാൻ, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, പാപമറിയാത്തവനിൽ നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. എത്ര ഭയാനകമായ, എത്ര തരം താണ, എത്ര നീചമായ പ്രക്രിയയിലൂടെയാണ് കർത്താവ് യേശു ക്രിസ്തു കടന്നു വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. പരമദരിദ്രൻ, നീച പാപി എന്ന പോലെ കർത്താവ് നമുക്ക് വേണ്ടി പാപിയായി മാറി എന്നാണ് നാം കാണുന്നത്.
നാം മൂന്നാമതായിട്ട് യേശുവിനെ കുറിച്ച് കാണുന്നത് ഇങ്ങനെയാണ്. കൊലോസ്യർക്ക് എഴുതിയ ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ന്യായപ്രമാണത്തിന് ശാപത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി മാറി. നമ്മളെല്ലാവരും അനുഗ്രഹം ആഗ്രഹിക്കുന്നവരാണ്. എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ സഭയെ അനുഗ്രഹിക്കണമേ, എൻ്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നാം. ഒരിക്കൽ പോലും ശാപം വരാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരു വ്യക്തിയെ കണ്ടാൽ പറയുന്നത് എങ്ങനെയാണ്? ഗോഡ് ബ്ലസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ ശപിക്കട്ടെ എന്ന് നമ്മൾ ഒരിക്കലും പറയുകയില്ല. എല്ലാവർക്കും അനുഗ്രഹമാണ് വേണ്ടിയത്, എല്ലാവർക്കും ഉയർച്ചയാണ് വേണ്ടിയത്, എല്ലാവർക്കും നന്മയാണ് വേണ്ടത്. ആരും ശാപം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഈ രാവിലെ സമയം ശാന്തമായി നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അനുഗ്രഹമായി സ്വർഗത്തിൽ വസിച്ച സകല ദൂതന്മാരുടെ പ്രശംസാ വിഷയമായിരുന്ന, ആരാധന കേന്ദ്രമായിരുന്ന, ദൈവത്തോടു കൂടെ നടകൊണ്ടവനായിരിക്കുന്ന യേശു നമുക്ക് വേണ്ടി ശാപമായി മാറി. എന്തിന്? നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ. ഈ രാവിലെ സമയം ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം ഇടുകയാണ്. ശാന്തമായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ശാന്തമായി പരിശോധിക്കാം. നാം പലപ്പോഴും പാപം ചെയ്തിട്ടില്ല എന്ന് അവകാശപ്പെടുകയാണ്. ഞാൻ പാപിയല്ല എന്ന് പറയുകയാണ്. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ പാപിയല്ല എന്ന് പറയുന്നവരാണ് നാം. പക്ഷെ നമുക്ക് വേണ്ടി യേശു പാപിയായി മാറി, യേശു നമുക്ക് വേണ്ടി പാപമായി മാറി, യേശു നമുക്ക് വേണ്ടി ശാപമായി മാറി, യേശു നമുക്ക് വേണ്ടി പരമദരിദ്രനായി മാറി. ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ യേശുവിൽ സമർപ്പിച്ച് ഇന്ന് പകൽക്കാലം ആ യേശുവിനോട് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് എനിക്ക് വേണ്ടി ശാപമായി മാറി, അങ്ങ് എനിക്ക് വേണ്ടി പരമദരിദ്രനായി, അങ്ങ് എനിക്ക് വേണ്ടി പാപമായി മാറി. എന്നെ സമ്പന്നനാക്കുവാൻ, എന്നെ നീതീകരിക്കുവാൻ, എന്നെ അനുഗ്രഹമാക്കുവാൻ, സ്വർഗത്തിലെ അനുഗ്രഹത്തിന് അവകാശികളാക്കുവാൻ, അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, അബ്രഹാമിൻ്റെ തലമുറകളായിട്ടുള്ള ആ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ശാപമായി മാറി. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഈ ശാന്തമായ സമയത്തിനായി സ്തോത്രം. ഒരിക്കൽ കൂടി അങ്ങയിൽ ആശ്രയിപ്പാൻ, അങ്ങയുടെ മഹത്വത്തെ ദർശിപ്പാൻ, അവിടുന്ന് എത്ര ഉന്നതനാണ്, എത്ര സമ്പന്നനാണ്, സമ്പന്നനായിരുന്നിട്ടും പരമദരിദ്രനായി, അവിടുന്ന് നീതിമാനായിട്ടും ശാപമായി മാറി, അവിടുന്ന് ശാപഗ്രസ്തനായി മാറി, അവിടുന്ന് പാപിയായി മാറി. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളുടെ മുഴു ലോകത്തിനെ പാപമായി മാറിയ ദൈവമേ, അങ്ങയിൽ ആശ്രയിപ്പാൻ, അങ്ങയിൽ വിശ്വസിപ്പാൻ, അവിടുത്തെ വഴികളിൽ നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ക്ഷമിക്കണം. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ, അവിടുത്തെ മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകലിൽ ദൈവവചനം കേട്ട എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം, കൃപ കൂടി ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിപ്പാൻ, ദൈവത്തിൽ പ്രത്യാശ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ തുണയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഏവർക്കും നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ.